ഞാൻ ഈ കൊച്ചോടൊന്ന് പറയാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവൾ എന്നെ തല്ലാൻ വരുവാ. അതൊന്നും ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. ഒരു നായകനാണ് ഈ പടത്തിന്റെ. അപ്പൊ ഞാനൊക്കെ അതിന്റെ അടുത്ത് കൂടെ അഭിനയിച്ചു പോകുന്നുള്ളു. ജാഫർക്ക് പ്രിയങ്ക അങ്ങോട്ട് പറയട്ടെ എന്ന് പറയണ്ടേ, അത് ശരിയാണോ? നമ്മളൊക്കെ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് കണ്ടതും ഇത്രയും പടത്തിൽ അഭിനയിച്ച് എനിക്ക് സേഫ് ആയിട്ടുള്ള രണ്ടുപേരാണ് എന്റെ അപ്പുറത്ത്. മുട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്ത് വന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എല്ലാവരും എറിയുമ്പോൾ ഒരുമിച്ച് എറിയരുത്. മാവേൽ എറിയുമ്പോൾ ഒരു മാങ്ങയിലൊക്കെ നോക്കി എറിയാം. അപ്പൊ എല്ലാ മാങ്ങയിലും ഒരുമിച്ച് അങ്ങനെ എറിയണ്ട. എനിക്കറിയാൻ പാടില്ല എത്ര രൂപ ഒരു ഇത്രയും കെട്ട് നോട്ട് എടുത്തിട്ട് ആ തലയുടെ ആ സഞ്ചരിട്ട് കൊടുത്തിട്ട് അമ്മ പൊക്കുമെന്ന് പറയും. അതാണ് മണി, അതാ മണി. വലിയ വലിയ നടന്മാർ 6 കോടി 8 കോടി 2 കോടി 5 കോടി ഇതൊക്കെ ചുമ്മാ ആരൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന പരിപാടികളൊക്കെ ആയത്. ഇതൊക്കെ അങ്ങനെയൊക്കെ അപ്പൊ എത്ര രൂപ വരും ഒരു പടത്തിന്? ആണുങ്ങളെ മാത്രം കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. കാരണം ഒരാളുടെ അകത്ത് റൂമിൽ കയറി ചായ കുടിച്ചിട്ട് എന്നെ പീഡിപ്പിച്ചു പറയുമ്പോ ആണ് എന്ത് ചെയ്യും? അവരുടെ ഭാഗത്ത് നമ്മൾ നിൽക്കണ്ടേ? അവർക്കില്ലേ ഭാര്യയുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അത് സ്ത്രീയല്ലേ? ഒരു മോളുണ്ട്, അതൊരു സ്ത്രീയല്ലേ? അപ്പൊ ആ ഒരാണെന്ന് പറഞ്ഞ ആൾക്ക് എന്താ ഒരു ബുദ്ധിമുട്ട് സങ്കടം ഇല്ലേ? പ്രിയങ്കയിലൊക്കെ വളരെ അനാവശ്യമായിട്ട് മുട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പോസ്റ്റ് മോർട്ടത്തിൽ എങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് പോലും കിട്ടുന്ന എനിക്ക് തോന്നാണല്ലോ. അത് പരിപാടിയായിട്ട് ഞാൻ വിടും. അഴുത്തൊടിച്ചു പേര് പയറ് പെണ്ണെ മെഹർബ കല്ല് വച്ച നണ പറയണ പെണ്ണെ മെഹർബ താനാനാനെ താനാനാനെ തന്നാനേ. ഇനി ഒറിജിനൽ ഇട്ടു. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് കളർഫുൾ സ്റ്റോറീസ് കൂടുതൽ കളർഫുൾ ആക്കാൻ എന്റെ കൂടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള കുട്ടന്റെ ശിനിഗാമിയിലെ എല്ലാ വിശേഷങ്ങളുമായിട്ട് അവിടെ ഒരു ചെറിയൊരു ഇത് വന്നില്ലേ? അല്ല അവിടെ കറുത്ത അതാണ് ട്വിസ്റ്റ്. ശിനിഗാമി അവിടെ മോക്ക് ഒരു ഇത് വന്നില്ല. ഇതൊരു കൗതുകം ഉണർത്തുന്ന ഒരു പേരാണ് പടത്തിന്റെ കുട്ടന്റെ ശിനിഗാമി. എന്താ കുട്ടന്റെ ശിനിഗാമി എന്ന് വെച്ചാ എന്താ? ആ പേരിൽ എന്താ ഉള്ളത്? എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ സംഭവം? എന്തായാലും അതല്ല, പിൻഗാമി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശിനിഗാമി എന്താ? പറയല കുട്ടന്റെ ശിനിഗാമി എന്താന്ന് ചോദിച്ചാൽ പറയല. അല്ല, ഞാൻ ട്രെയിലർ കണ്ടപ്പോ ഒരു ചെരുപ്പിടുമ്പോ എന്തോ പവർ ഇങ്ങനെ കേറണൊക്കെ കണ്ടായിരുന്നു. അതൊന്നും അല്ല ശിനിഗാമി. ശിനിഗാമി എന്താ? ശിനിഗാമി ഒരു കാര്യം പ്രിയങ്ക അങ്ങ് പറ അറിയാവുന്ന പോലെ. അല്ല, കുട്ടന്റെ ശിനിഗാമിനെ കുറിച്ച് പ്രിയങ്കയ്ക്ക് അറിയാവുന്ന ഇതിനകത്ത് അഭിനയിച്ച ആളായോണ്ട് എന്താണ് അതെന്താ ജാഫ്രിക്ക തലയിരിക്കുമ്പോ നമ്മള് വാലന ജാഫ്രിക്ക അങ്ങനെയൊന്നും പറയരുത്. അത് ശരിയാണോ പറയണത്? അല്ലെ അങ്ങനെയല്ല, ജാഫ്രിക്ക പറയും. ജാഫ്രിക്ക തന്നെയാണ് അങ്ങനെ പറയേണ്ടത്. അങ്ങനെ ഒരു ചോദ്യം എന്നോട് പറയാൻ പാടുണ്ടോ? ജാഫ്രിക്കല്ലേ നായകൻ, അപ്പൊ എന്നെ ഒരുമാതിരി കളിയാക്കുന്നതിന് തുല്യല്ലേ ഇപ്പൊ കാണിച്ചത്? ഇപ്പൊ പറഞ്ഞ കളിയാക്കിയില്ലേ? പ്രിയങ്ക പറഞ്ഞു കൊടുക്കുന്ന ഒരു മെയിൻ നടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രിയങ്ക പറയുന്നത് ഞാൻ അത് ശരിയാണോ പറയുന്നത്? ആണോ? അത് നമ്മളെ അതിപ്പോ ജാഫ്രിക്ക എന്നെ ഇൻസൾട്ട് ചെയ്തായിട്ട് എനിക്ക് തോന്നുള്ളൂ. പിന്നെ അല്ല, കുട്ടിക്ക് തോന്നിയില്ലേ? കുട്ടിക്ക് അങ്ങനെ തോന്നിയില്ലേ? അല്ലല്ല, ജാഫ്രിക്ക എന്റെ അടുത്ത് പറയാൻ പാടില്ല. കാരണം വെച്ചാൽ നിങ്ങൾ എന്റെ നായകനാണ്, നിങ്ങളാണ് എന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് എന്ത് കഥ അറിയാം? ജാഫ്രിക്ക ശരി, ജാഫ്രിക്ക ആയിക്കോട്ടെ. വിഷമായി മോശമായിട്ട് പറഞ്ഞതല്ലേ? ശിനിഗാമിയുടെ അർത്ഥം എനിക്ക് പറയാം. ഏറ്റവും കൂടുതൽ പറയാൻ പറ്റിയത് ഈ ജാഫ്രിക്കല്ലേ? ജാഫ്രിക്കല്ലേ എന്റെ നായകൻ? അദ്ദേഹം പറയണ്ടേ? അദ്ദേഹം എന്നെ കളിയാക്കിയതല്ലേ? അപ്പൊ അതൊന്നും ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. ഒരു നായകനാണ് ഈ പടത്തിന്റെ. അപ്പൊ ഞാനൊക്കെ അതിന്റെ അടുത്ത് കൂടെ അഭിനയിച്ചു പോകുന്നുള്ളു. ജാഫ്രിക്ക പ്രിയങ്ക അങ്ങോട്ട് പറയട്ടെ എന്ന് പറയണ്ടേ, അത് ശരിയാണോ? ചേച്ചി ചേച്ചിയുടെ ഒപ്പീനിയൻ ആണ് ചോദിച്ചത്. ഇത്രേ ഉള്ളൂ. ഞങ്ങള് ഇപ്പം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാനൊക്കെ പറയപ്പം ഞാൻ ഈ കൊച്ചോടൊന്ന് പറയാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവൾ എന്നെ തല്ലാൻ വരുവാ. അതല്ല ജാഫ്രിക്ക, അത് ഫീൽ ചെയ്തിട്ട്. കാരണം അറിയാമോ, ജാഫ്രിക്ക നായകനല്ലേ? ജാഫ്രിക്കല്ലേ പറയേണ്ടത്? അല്ല, തമാശ ആരെന്ന് വെച്ചാൽ ഞാൻ ഒരു മര്യാദക്ക് ചോദിച്ചല്ലേ, എനിക്ക് ഇഷ്ടമുള്ള സംഭവമായിട്ട് ചോദിച്ചാൽ അന്നേരം മോളെന്നെ തല്ലിക്കൊല്ലാണ്ട് കൊല്ലി ഞാൻ.
ചോദിച്ചോ. പ്രിയങ്ക ചേച്ചി നമ്മുടെ ചാനലിലെ മെയിൻ പ്രാങ്ക് എപ്പോഴും പ്രാങ്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ഇപ്പം നമ്മുടെ ഓണറിന്റെ കല്യാണത്തിനൊക്കെ വന്നിട്ട് പ്രാങ്ക് ഒക്കെ ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ച ഒരാളാണ്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയ പൊന്നിനെ പതിയോ പൊന്നെ. എന്നാന്നറിയോ ഇപ്പൊ എന്നാന്നറിയോ തുടങ്ങുമ്പോഴേ തന്നെ പറയുന്നേ വിചാരിച്ചു. ശ്രദ്ധിക്കണ്ടേ നടക്കിരിക്കുന്ന ആരാ? സ്ത്രീയാ. ബഹുമാനിക്കണം, സ്നേഹിക്കണം. മിണ്ടാ വയ്യ, നോക്കാൻ പേടി. അപ്പൊ എന്നാലും നമ്മൾ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അനുവാദം കൊടുത്തപ്പോ എന്നെ കെട്ടിയേറിയല്ലേ. എന്റെ ജാഫു വാതില് മുട്ടാൻ പേടി, നോക്കാൻ ഫോട്ടോ എടുക്കാൻ പേടി. ഒന്നുമില്ല, നമ്മളൊക്കെ ഒത്തിരി വർഷം കൊണ്ട് കണ്ടതും ഇത്രയും പടത്തിൽ അഭിനയിച്ച് എനിക്ക് സേഫ് ആയിട്ടുള്ള 2 പേരാണ് എന്റെ അപ്പുറത്ത്. മുട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്ത് വന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എല്ലാവരും എറിയുമ്പോൾ ഒരുമിച്ച് എറിയരുത്. മാവേൽ എറിയുമ്പോൾ ഒരു മാങ്ങയിലൊക്കെ നോക്കി എറിയാം. അപ്പൊ എല്ലാ മാങ്ങയിലും ഒരുമിച്ച് അങ്ങനെ എറിയണ്ട. നമ്മളൊക്കെ ഈ ഫീൽഡ് കഴിഞ്ഞിട്ട് തന്നെ കുറെ വന്നിട്ടുള്ളത്. അത് തരണം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഇന്നും ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുട്ടന്റെ ഇനി ഞാൻ കുട്ടന്റെ ഷിനിമ പറഞ്ഞ സ്ഥിതിക്ക് ജാഫ്രിക്കാനെ ഞാൻ ബഹുമാനിക്കുന്നു. എന്നോട് പറയാൻ പറഞ്ഞു. എനിക്ക് കുട്ടന്റെ ഷിനിഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അർത്ഥം അറിയില്ലായിരുന്നു. ഡയറക്ടർ സാറാണ് നമുക്ക് പറഞ്ഞു തന്നത്. കാരണം നമുക്കറിയില്ല റഷീദ് സാർ എന്താണ് സംഭവം. ഈ പലതും ചിന്തിച്ചു. ഇനി കുടുംബപരമായിട്ടുള്ള ഒരു പേരാണോ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോഴാ പറഞ്ഞത് ഷിനിഗാമി എന്ന് പറയുന്നത് കാലൻ, അതായത് മരണം വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇതാണ് അതിന്റെ അർത്ഥം. പക്ഷെ കുട്ടന്റെ കാലൻ എന്ന് കൊടുത്ത ഒരു സുഖമില്ല. അപ്പൊ നമ്മൾ ആ ഒരു പ്രാസത്തിന് വേണ്ടിയിട്ട് ഷിനിഗാമി എന്നാക്കിയേ ഉള്ളൂ. പക്ഷെ ഈ പടത്തിന്റെ അതിനകത്തുള്ള ഞാൻ മനസ്സിലാക്കിയ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ത്രെഡാണ് ആ പടത്തിന്റെ. ഫുൾ കഥ വായിച്ചിട്ടില്ല, ഫുൾ അഭിനയിക്കുന്നിടത്ത് ഞാൻ ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയാം, ഇതിനകത്ത് നമ്മൾ ഒരുപാട് പേര് എല്ലാവരും നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവും, കുടുംബത്തിലെ ആൾക്കാരുണ്ടാവും, ഒരുപാട് ആൾക്കാരൊക്കെ നമുക്കില്ലേ. പക്ഷെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആർക്കാണ് യഥാർത്ഥ സ്നേഹം എന്ന് അറിയാൻ പറ്റുന്നത് നമുക്ക് ആത്മാവായിട്ട് എല്ലാവരുടെ ഇടയിൽ പോകുമ്പോഴാണ്. അതാണ് ഈ പറയുന്ന അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാനത് എന്താ വെച്ചാൽ അത്ര ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ജാഫർക്ക് ഒരു സീൻ കഴിഞ്ഞിട്ട് പുറത്തു പോയി ആ സീനിൽ നിന്ന് മാറാൻ വേണ്ടി നിന്ന് കരയുന്നൊക്കെ ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്. കാരണം പറ്റുന്നില്ല. കാരണം അത് നമ്മുടെ റിയൽ ലൈഫിൽ വന്നു പോയാൽ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു അവസരമാണ് ഈ പടത്തിലുള്ളത്. അപ്പൊ ഈ പടം എന്തായാലും തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞത്. കാരണം കറക്റ്റാണ് അത്. നമ്മൾ വിചാരിക്കും ഇങ്ങേർക്ക് ഭയങ്കര സ്നേഹമാണ് പ്രൊഡ്യൂസർക്ക് എന്നോട്. ഓ ഇവിടെ എന്താന്ന് അങ്ങനെ അല്ല, ഞാൻ ചിലപ്പോൾ മരിച്ചു കേൾക്കുമ്പോഴായിരിക്കും ഇങ്ങനെ യഥാർത്ഥ സ്വഭാവം അറിയുന്നത്. ചിലപ്പോൾ ശരിക്കും സ്നേഹം ഉണ്ടാവും. ഞാൻ കൊന്നോളാന്ന് പ്രൊഡ്യൂസർ വാതിലെ മുട്ടിയ കേസൊക്കെ പറഞ്ഞെന്നാ എന്നെ നിർത്തി കുറച്ചു തരാം. എന്റെ വാതില് മുട്ടി, പടം നടക്കുമ്പോ എന്റെ വാതില് വന്ന് മുട്ടി. മുട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ നമ്മളിപ്പോ വാതിൽ മുട്ടിയവരെ കൈകാര്യം നല്ല പല മുട്ടലുണ്ട്. ഒന്നിന് പോവാൻ മുട്ടും. ഞാൻ ഏതാണ്ട് പ്രിയങ്ക താമസിക്കുന്നതിന്റെ ആ ലൈനില് അവിടെ ഈ പ്രിയങ്കയുടെ റൂം, എന്റെ റൂം ഏതാണ്ട് ഇതിനകത്ത് ഇവിടെയും. ഞാൻ വെറുതെ ഇടയ്ക്കൊന്ന് നോക്കൂല, ആരെങ്കിലും വന്നിട്ടുണ്ട് എന്താന്ന് നോക്കാൻ നോക്കുമ്പം പ്രൊഡ്യൂസർ നേരെ ഇവിടുന്ന് കവർ ചെയ്ത് അവിടെ നിന്ന് അങ്ങ് പോയി. അവിടുന്ന് പോയി. അത് പോയി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പം പ്രിയങ്കയുടെ റൂമിൽ ഒരു 11:30-12 മണിയായി തൊട്ടടുത്ത് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇതെന്താ, അപ്പം ഞാൻ പയ്യെ ഒന്ന് വലിഞ്ഞ് വന്നിട്ട് ഞാൻ പയ്യെ നോക്കുമ്പോൾ പയ്യെ വാല് തുറന്നു. അതിൽ തുറന്നപ്പോ അല്ല പറയട്ടെ വാതിലങ്ങ് തുറന്ന് പ്രിയ വാതിൽ തുറന്ന് വാതിലങ്ങ് തുറക്കും. ഈ ഇരിക്കുന്ന പ്രൊഡ്യൂസർ ചോദിച്ച ചോദ്യം എന്താണെന്നറിയാം? പ്രിയ പനി എന്തായി, പനി കുറഞ്ഞോ, ആശുപത്രിയിൽ വല്ലതും പോണോ? അപ്പം പ്രിയ ഞാൻ ആശുപത്രി പോയി ടാബ്ലറ്റ് എഴുതി, എനിക്ക് നാളെ ഷൂട്ടുണ്ട്, പക്ഷെ എനിക്ക് പ്രൊഡ്യൂസർ 2 ദിവസം അവധി തരാമോ ഡയറക്ടറോട് ചോദിച്ചിട്ട്. ആ 2 ദിവസം അവധി മേടിച്ചിട്ട് പനി മാറ്റിക്കൊണ്ട് വന്നിട്ട് അഭിനയിപ്പിച്ച ആളാണ്. അതെ, അന്ന് സീൻ എടുത്തോണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് പനി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സീൻ തീരുന്നവരെ പിടിച്ചു നിന്നു. എനിക്ക് അത്ര പനി പക്ഷെ അറിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് വണ്ടിയിലേക്ക് ഇറങ്ങാൻ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തീരെ പറ്റുന്നില്ല, എന്തോ തല ഇറങ്ങുന്ന പോലെ. അപ്പൊ തന്നെ എന്നെ അവിടുന്ന് തന്നെ അശോകാരത്ത് വിളിച്ച് പറയുന്നു. അശോക് അപ്പം തന്നെ പറഞ്ഞു വേഗം പ്രിയങ്ക ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെ അവരുടെ സീൻ എടുത്തുകൊണ്ടിരിക്കുക. ഷൂട്ടിനൊരു മുടക്കം വരരുത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല പനി ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ ഇട്ടു, ട്രിപ്പ് ഇട്ടു. 180 കത്ത് പോയിട്ടുണ്ടാവും. 104-105 അത്ര ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ റൂമിലേക്ക് കൊണ്ടുവന്ന് ഞാൻ 11 മണിയായി. ഞാൻ ഇരുന്നപ്പം ഫോൺ സൈലന്റ് ആയിപ്പോയി. എൻ്റെ സൈലന്റ് ആയി. ഞാൻ ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ സൈലന്റ് ആക്കിയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ റൂം മുട്ടി. അപ്പോൾ റൂം മുട്ടുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഫുഡ് കൊണ്ടുവരാം അല്ലെങ്കിൽ ആരെങ്കിലും മരുന്ന് കൊണ്ടുവരാം. അങ്ങനെ തുറന്നപ്പോൾ ഇദ്ദേഹം നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ ഒരു
അത്രയും പ്രാവശ്യം പുള്ളി വിളിച്ചിരുന്നു, കിട്ടിയോ, ഏത് ഹോസ്പിറ്റലിൽ പോയി, ഈ ഹോസ്പിറ്റലിൽ പോയി, ആ ഹോസ്പിറ്റലിൽ പോയി നോക്ക്. ഇദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. ആ ഡ്രൈവർ എന്നെ, പേരെന്തായിരുന്ന പയ്യന്, എന്റെ പ്രതീക്ഷയൊക്കെ നശിപ്പിച്ചു. ഞാൻ ഇങ്ങനെ നോക്കിയേക്കല്ലേ എന്താ നടക്കണേ. അതാണ് കുറച്ചേരം നമ്മളങ്ങനെ നിർത്തി. ഇപ്പൊ അത് എന്താ പറഞ്ഞ അതാണല്ലോ. അപ്പൊ അതിങ്ങനെ വിചാരിച്ച് പാവം അദ്ദേഹം വന്ന് ഇനി എന്തെങ്കിലും മരുന്ന് വേണം, പ്രിയങ്ക പോണെങ്കിൽ കാർ അറേഞ്ച് ചെയ്യാൻ പൊക്കോളൂ എന്ന് പറയാന്ന് വെച്ചാൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി, ഷൂട്ട് നമുക്ക് 2 ദിവസം അങ്ങനെ പറയാൻ വന്നതാണ്, വണ്ടിയുടെ കാര്യമൊക്കെ പറയാം. ഇത് പിന്നെ അറിയാലോ നമ്മളിതൊക്കെ. പക്ഷെ വേറെ കാര്യം മോളെ, പേര് പയറ് അല്ലേ? പയറല്ല, മെഹറായോ പയറ്. അപ്പൊ മെഹറേ, ഇതെന്നാ ഈ കാര്യത്തിനും ബാധലെ മുട്ടാം. അതെ അതെ, നമുക്ക് മുട്ടാന്നേ. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തി അവിടെ അസുഖമായിട്ട് കിടക്കുവാണ്, അതിനും മുട്ടാം. ജാഫ്രിക്ക ചിലപ്പോ നല്ല കറി എന്തെങ്കിലും കൊണ്ടുവരും, വാതിലെ മുട്ടാൻ ചിലപ്പോ തൊട്ടടുത്തുള്ള ആൾക്കാരല്ലേ. ഈ മുട്ടിക്കഴിഞ്ഞ് തുറന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊണൗൺസിയേഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ ചോദിക്കണം നല്ല കാര്യമാണെങ്കിൽ അതിന് വാതിലെ മുട്ടാൻ പാടില്ല. പലതരം ഉണ്ടെന്ന്. വാതിലെ മുട്ട് വലിയ വിഷയമൊന്നും അല്ല. മുട്ടിക്കഴിഞ്ഞിട്ട് നടന്നിട്ടുള്ള സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണെങ്കിൽ നല്ലതായിട്ട് പറയണം. ആ വേറെ പ്രിയങ്കയുടെയൊക്കെ വാതിലിൽ അനാവശ്യമായിട്ട് മുട്ടിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ പോസ്റ്റ് മോർട്ടത്തിൽ എങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് പോലും കിട്ടുന്ന എനിക്ക് തോന്നാണല്ലോ. അത് പരിപാടിയായിട്ട് ഞാൻ വിടും, കഴുത്തൊടിച്ചു വിടും. അതേ ഉള്ളൂ. എല്ലാരും പറഞ്ഞ പോലെ ഒന്നല്ല ഞാൻ. അപ്പൊ ഇക്കടെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ. എന്റെ ക്യാരക്ടർ കുട്ടൻ. കുട്ടൻ കുട്ടൻ കുട്ടന്റെ ഷിനിഗാമി എന്ന് പറയുമ്പോ, ഷിനിഗാമി പറഞ്ഞില്ലേ ജപ്പാൻ ഭാഷയില് പറഞ്ഞല്ലോ, കാലൻ. കുട്ടന്റെ കാലൻ, കുട്ടനെ പിടിക്കാൻ വന്ന കാലനായിരിക്കും കാലൻ. പക്ഷെ നമ്മള് കാണുമ്പം ഇപ്പൊ പോസ്റ്ററൊക്കെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കാലനെ കണ്ടിട്ടുണ്ട്. അത് നമ്മള് വിചാരിച്ചിരിക്കുന്ന പോത്തിന്റെ പുറത്ത് ഇത് ആയുധമൊക്കെ പിടിച്ച് കിരീടമൊക്കെ വെച്ച് വരുന്ന, കറുത്തിട്ട് കറുപ്പ് വേഷമൊക്കെ ധരിച്ച, കണ്ണൊക്കെ ചുമന്ന്, പിരികൊക്കെ വലുതായ ഒരു കാലനല്ലേ. പക്ഷെ ഇത് സൂട്ട്, കോട്ട്, ഷൂവ്, ഒരു പെട്ടി, ആ പെട്ടിക്കകത്ത് മനോഹരമായ ഒരു ചെരുപ്പ്. ആ ചെരുപ്പ് സിനിമ കാണണം, അന്നേരം അറിഞ്ഞാൽ മതി. ഇപ്പൊ ഞങ്ങളങ്ങ് പറയണ്ട. അങ്ങനെ അങ്ങോട്ട് പയറ് അല്ല പയറ് അല്ല ഇനി മെഹറിന്റെ പാട്ട് അല്ല ഈ പേര് ഓർത്തിരിക്കാൻ പറ്റും. പുതുക്ക പെണ്ണെ മെഹറുബ, കല്ല് വച്ച നുണ പറയണ പെണ്ണെ മെഹറുബ നിന്റെ ആകണ്ട. അതാണ് കറക്റ്റ്. ആര് പറഞ്ഞു? അത് ഞങ്ങളങ്ങ് പാടിയപ്പോ പാടി. ഇതാണ് പ്രശ്നം. കണ്ടോ ഇപ്പൊ തെറ്റിദ്ധരിച്ചു. അതാണ് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, ആ പാട്ട് രണ്ടുപേരും പാടി തരുമോ നമുക്ക്? ആ പാട്ട് റിലീസായില്ലേ? ഇല്ല, എന്നാലും നമുക്കൊന്ന് പാട്ട് പാടി നമുക്കൊന്ന് പവർ ആവാം. അതെ, അങ്ങനെ പാട്ടിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് ഞാൻ പാടി അഭിനയിച്ചു. എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇതിനു മുമ്പ് അനുഗ്രഹീത ആന്റണി ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ വേറെ മോസാൻ കാറ്റില് ഞാൻ ജഗതി ചേട്ടൻ, അശോകൻ ചേട്ടൻ, അനൂപ് ചന്ദ്രൻ, സുധീഷ്, ഇവരെല്ലാവരും കൂടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. കണ്ടിട്ടില്ല? ഇത് ഫുൾ പാട്ട് നമ്മളാ, അത് അഭിനയിച്ചേക്കൊണ്ട് ചെയ്യാം. എന്തോരം തെറ്റിപ്പിരിഞ്ഞാലും കൂട്ടുകൂടില്ലെന്ന് വാശി പിടിച്ചാലും പിറ്റേന്ന് നേരം വെളുക്കുമ്പോ കാണാതിരിക്കാൻ പറ്റാത്തോരല്ലേ നമ്മള്, ഒറ്റ മനസ്സുള്ളോരല്ലേ, പിരിയാത്ത ചങ്ങാതിക്കൂട്ടമല്ലേ. ടങ്കട കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കൂട്ടുകാരല്ലേ, കൂട്ടും കൂടി പാട്ടും പാടി നടന്നോരല്ലേ. താനാനാനേ താനാനാനേ തന്നാനേ പേടായി. ഇനി ഒറിജിനൽ ഇട്ടു. അല്ല, ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലോട്ടൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന വിഷ്വൽസ് ഒക്കെ ആയാലും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഓരോരോ കാര്യങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു പാട്ടാണ് ഇത്, അല്ലേ? എന്റെ കമന്റ്സിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെച്ചാൽ എനിക്ക് മാത്രമേ തോന്നിയത്. നോക്കിയപ്പോ കമന്റ്സിൽ എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് കൂട്ടുബന്ധം എന്ന് പറയുന്ന ഒരു വലിയ ബന്ധ. കൂട്ടെന്ന് പറയുന്നേ കൂട്ട് ആ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂട്ടുകാരുണ്ടാവും. നല്ല കൂട്ടുകാര് ഉണ്ട്. കൂട്ടുകാരിൽ മൊത്തം ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എണ്ണി എടുക്കാൻ പറ്റിയ 2 or 3 കൂട്ടുകാരാണ് നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള കൂട്ട്. ബാക്കിയെല്ലാം കൂട്ടുകാരാണ്. എന്നാൽ ആ ആത്മാർത്ഥതയുള്ള കൂട്ടുകാരിലും പ്രശ്നം ചെറുതായിട്ട് വരും. അതൊക്കെ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും.
അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പൊ കുറേ ആയി എന്നുവെച്ചാൽ എനിക്ക് മിമിക്രിയിൽ തുടങ്ങി, സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പൊ സിനിമയിൽ. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ എന്ന് പറയാനുള്ളത് ആരായിരിക്കും ലൈഫിൽ? അത് ഒത്തിരി ഉണ്ട്. അല്ല അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ മരിച്ചുപോയി, മണിച്ചേട്ടൻ. അതെന്ന് വെച്ചാൽ അങ്ങനെ ഒത്തിരി പേരുണ്ട്, പക്ഷെ അത് മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്തൊരു ഒരാളായിപ്പോയി. പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ മണിയായിരുന്നു മണി ഒരു നല്ലൊരു കൂട്ടുകാരൻ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. അതായത് ഞാൻ സിനിമയിലുള്ളവർക്ക് മാത്രമല്ല, മണീനെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ മണി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഒരു നടന്മാരും നിൽക്കൂലെന്ന് ഞാൻ പറഞ്ഞു. മണിയോടുള്ള സ്നേഹം ജനം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നടനോടും അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹം കാണിക്കും. ഇങ്ങനെയുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്, മറ്റു നടന്മാരൊക്കെ ഉണ്ട്. പക്ഷെ മണിയുടെ സ്നേഹം അതൊന്നും മറക്കൂല. മനസ്സിലൊരു വേദന തന്നെയാണ്. അയാള് കൂടെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ഷെയർ ചെയ്യാൻ പറഞ്ഞ എന്തായിരിക്കും? മണിയുടെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാല് 1000 ഉണ്ട്. മണിയുടെ ഒരു സംഭവം അങ്ങനെ മോള് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു പരിപാടിക്ക് പോവാ. ഒരു പരിപാടിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് തൃശ്ശൂർ അങ്ങ് കഴിഞ്ഞിട്ട് അതിന്റെ സ്ഥലം എനിക്ക് അറിയില്ല. തൃശ്ശൂര് അല്ലെന്ന് ചാലക്കുടിയിൽ നിന്ന് പോയിട്ട് പിന്നെ ചാലക്കുടിക്ക് തിരിച്ചു വരുമോ? പയറൊന്നും ഇനി ആ കൊച്ചിനെ പയറേന്നാരും വിളിച്ചേക്കരുത്. മെഹറിന്റെ അർത്ഥം കൂടെ അങ്ങ് പറഞ്ഞേക്കാം അല്ലേ? മെഹർ എന്ന് പറഞ്ഞ പാവം. അല്ല അർത്ഥം അങ്ങനെയല്ലേ? മെഹർ പാവം. പക്ഷെ മെഹർ എന്ന് പറഞ്ഞാൽ മാറി. ഇത് മെഹർ, മറ്റേത് മഹർ. ഇത് അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കുവാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. മണി അങ്ങ് സ്കോർപ്പിയോ എന്ന് പറയുന്നൊരു വണ്ടിയാണ്. ഈ സ്കോർപ്പിയോ വണ്ടി അങ്ങോട്ട് പോകുന്നു, ഞാനിരിക്കുന്നു, ജോബി ഇരിക്കുന്നു, അതിൻ്റെ അനുസാരികൾ കംപ്ലീറ്റ് ഇരിക്കുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് മണി ഫ്രണ്ടിൽ, പ്രദീപ് വണ്ടി ഓടിക്കുന്നു, മണിയുടെ ഡ്രൈവർ. ഞങ്ങളൊക്കെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ചെന്നിട്ട് ഈ തൃശ്ശൂർ കഴിഞ്ഞങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഒരമ്മച്ചി ചെറിയൊരു പഴകിയ ഒരു സെറ്റ് മുണ്ടും ഒക്കെ കൊടുത്തിട്ട് ഒരു വെള്ള കൊടുത്തേക്കുക. അവരുടെ കയ്യിൽ ഇത്തിരി ഹൈറ്റുള്ള ഒരു പ്ലാസ്റ്റിക് കവർ ഇരിപ്പുണ്ട്. പ്ലാസ്റ്റിക് കവർ ഇത് വിത്തിൻ സെക്കൻഡ് നടക്കണ. ഞങ്ങളുടെ മുമ്പിൽ ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു. ഇവരങ്ങ് ഇങ്ങനെ പാസ് ഇങ്ങനെ കാലെടുത്ത് വയ്ക്കും. മറ്റേ വണ്ടി വന്നിട്ട് ഒറ്റ തട്ടിയില്ല, ഇവർക്കിട്ട് തട്ടിയില്ല. ഇവരോട് ശിഷ്യെന്ന് പറഞ്ഞു പോയി. ആ പോയി കഴിഞ്ഞ് ഇവരങ്ങ് വേച്ച് മറിഞ്ഞാടി ഇവരുടെ ഇതിനകത്തിരുന്ന് എന്തൊക്കെ ചാടിപ്പോയിട്ട് ഇവരിങ്ങനെ പറക്കുക. അപ്പം നേരെ വന്നു വണ്ടി അങ്ങ് ചവിട്ടണമെന്ന് പറഞ്ഞു. ചവിട്ടാതെ ഒരു അമ്മച്ചി ചവിട്ടെന്ന് പറഞ്ഞു. അപ്പം മണി അവിടെ ഒത്തിരി പേര് രാവിലെ ചായ കുടിക്കാനൊക്കെ വരും. ഒരു 10 മണിയല്ല, ഒരു 9 മണിയൊക്കെ. ഈ വണ്ടി അങ്ങ് ചവിട്ടി ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എല്ലാം കുറേ ആൾക്കാരൊക്കെ കഴിക്കുക. അപ്പം മണിയായി ചില്ല് കാത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പോക്ക് മുടങ്ങും. മണീനെ കണ്ടിട്ട് മണിച്ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അവിടെ പെട്ടെന്ന് ഈ സെക്കൻഡ് കൂടെ നിന്ന സംഭവത്തിൽ പെട്ടെന്ന് മണി പറഞ്ഞു, എടാ ഇറങ്ങിയത് അമ്മച്ചിക്ക് എന്നാ പറ്റിയെന്നൊക്കെ, അതെന്നാ അത് അങ്ങോട്ട് പോകണം, അത് എന്താ എൻ്റെ കവറിൽ എന്തൊക്കെ ചാടിപ്പെടുന്ന് പറക്കി കൊടുത്തടാ എന്ന് പറഞ്ഞു. അത് പറക്കി കൊടുത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അവരുടെ ആ പറക്കലൊക്കെ കണ്ടപ്പോഴത്തേക്കും മണി ആൾക്കാരെ നിൽക്കണമെന്ന് നോക്കിയൊന്നുമില്ല. മണി പയ്യെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ എടുത്ത് വെച്ചേച്ച് നേരെ അമ്മേ എന്നാ പറ്റിയേ, അയ്യോ ഇതെന്നാ നോക്കിയപ്പോൾ കുറേ എക്സ്റേയും കുറേ അതും ഇതുമൊക്കെ ആയിട്ട് കുറേ എക്സ്റേ ഒക്കെ അതിനകത്ത്. എക്സ്റേ പിന്നെ അവരുടെ എന്തോ ഒരു കുഞ്ഞ് ടവല് ഒക്കെ അതിനകത്ത് കിടക്കാം. ഇതൊക്കെ മറിഞ്ഞ് അത് ചാടി എക്സ്റേ ഒക്കെ നീങ്ങി കിടക്കാം. ഇതൊക്കെ ഉണ്ട്. അയ്യോ അമ്മേ എന്നും പറഞ്ഞ് പറക്കി ഉണ്ട്. അമ്മേ അയ്യോ മണി പറക്കി. ഈ പറക്കി കഴിഞ്ഞിട്ട് ചോദിക്കും, ഇതെന്താ അമ്മ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ മോള് ക്യാൻസറായിട്ട് ഇവിടെ ആശുപത്രിയിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ പള്ളിയിൽ ഒരു അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്കൊരു 5000 രൂപ തരാമെന്ന് പറഞ്ഞു. ഒരു 5000 രൂപ തരാമെന്ന് പറഞ്ഞു. ഈ തരാമെന്ന് പറഞ്ഞ് മണി കേട്ടിട്ടേ അമ്മച്ചി എങ്ങോട്ടും പോകണമെന്ന് എല്ലായിടത്തും കഷ്ടിച്ച് വെച്ചിട്ട് ആ ഡാഷ് തുറന്നിട്ട് എനിക്കറിയാൻ പാടില്ല എത്ര രൂപ ഒരു ഇത്രയും കെട്ട് നോട്ട് എടുത്തിട്ട് ആ തലയുടെ ആ സഞ്ചരിട്ട് കൊടുത്തിട്ട് അമ്മ പൊക്കുമെന്ന് പറയും. അതാണ് മണി. അതാ മണി. ആ 5000 രൂപയ്ക്ക് പോയപ്പം നമ്മളിപ്പം വേറൊരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ ഈ വണ്ടി അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ വട്ടം ചാടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചില ആൾക്കാർ ചീത്ത പറയും. എവിടെ നോക്കിയാടാ മറക്കണേ, എവിടെ എന്താണെന്നൊക്കെ ചോദിക്കും. അവരുടെ മാനസികാവസ്ഥ എന്താ, അവരുടെ ചിന്താഗതി മൊത്തം ആ പള്ളിയിലച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ
ആ എക്സ്റേ ഒക്കെ കാണിച്ചു കൊടുത്താൽ അപ്പോൾ കൈക്കാരും കമ്മിറ്റിയൊക്കെ ഉള്ള ചുമ്മാ അച്ഛനടുത്ത് പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ എവിഡൻസുമായിട്ട് പോയതാ. അപ്പോൾ ആ പോകുന്ന വ്യക്തി ഏത് വ്യക്തിയാണ്, എന്താ അയാൾ പോകുന്നത് എന്നൊക്കെ ആലോചിക്കാൻ നമ്മൾ തെറിയോ ചീത്തയോ ഒന്നും പറയരുത്. അവരെന്തിനു പോയതാ കണ്ടോ? ആ 5000 രൂപ പോയതാ. എൻ്റെ കണക്കൂട്ടിൽ 25000 രൂപ എടുത്ത് കൊടുത്തിട്ടുണ്ട്. സത്യം ഞാൻ പറയാം, ഞാൻ പറഞ്ഞു കണ്ണിൽ കണ്ട. ഇതൊക്കെയാ മണിയുടെ, ഇതാണ് മണിയുടെ കയ്യിൽ. പറഞ്ഞേ മണിച്ചേട്ടൻ നമ്മുടെ മനസ്സിലൊരു നോവാണ്. ഇപ്പൊ ഇവിടെ വയനാട്ടിൽ ഉരുൾ പൊട്ടിയില്ലേ, ഒരു 10-600 പേര് പോയില്ലേ, കുറെ പേരെ കിട്ടിയില്ലേ, ഇനി 100-130 പേരെ കിട്ടാനില്ലേ. ഇന്ന് മണി എന്ന് പറയുന്ന ആ മഹാനടൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് ഗവൺമെന്റ് അവിടെ ചിലപ്പം സഹായിക്കേണ്ട വരില്ല എന്ന് ഞാൻ പറയണേ. 2000 കോടി രൂപ എന്നൊക്കെയാണ് പറയണത്. അവിടെ ഇതായിപ്പോയി അത് കൊടുക്കാന്ന് ചിലപ്പോൾ ഏറ്റണേ. ആ പൈസ ഇല്ലേലും അത് കൊടുക്കാന്ന് ഏക്കും ചാടി കയറി. അങ്ങനെയാ മണി ഇത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങനത്തുള്ള അത്താണിയായിട്ട് മാറേണ്ട മണി. അപ്പം ഒരിക്കലും ഞാനൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാലും എൻ്റെ ബോഡി വരെ ഇരുന്ന് കരയും. ആ ഒരൊറ്റ കാര്യം ഓർത്ത്. ഓക്കെ, അതാണ് കേട്ടോ. ഇനി ആ വിഷയം വിട്. ആ ചേട്ടൻ പോലല്ലോ അതിനെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ വേറെ റൂട്ടിൽ കൊടുക്കും. അതെ, നമ്മളാണെങ്കിൽ പണ്ട് തൊട്ടേ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് നമ്മുടെ പരിഭവം പാർവതി ചേച്ചിയുടെ. ഇപ്പോഴും ഷൂട്ടിംഗ് നടക്കുന്നു. പരിഭവം പാർവതിയുടെ ചോദിക്കോ കൊച്ചു പറയും. ചേച്ചി പറ. പരിഭവം പാർവതി ഇപ്പോഴും പോകുന്നുണ്ട്. അത് ഇപ്പോൾ 1000-something എപ്പിസോഡായി. 20 വർഷമായി ആ പ്രോഗ്രാം പോകുന്നു. ഞങ്ങൾ തന്നെയാണ് സ്വന്തം ചെയ്യണത്. വളരെ എഫേർട്ട് ചെയ്തിട്ട് തന്നെ അതിങ്ങനെ നിർത്താതെ കൊണ്ടുപോവുക. കൊറോണ വന്നപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല. അത് കണ്ടിട്ടാണല്ലോ അനൂപ് റീറേറ്റ് ചെയ്യാൻ വന്നതാണ്. അവിടെ കല്യാണം കഴിഞ്ഞ് 20 വർഷമായല്ലോ. അപ്പം മോൻ ഇപ്പൊ 15 വയസ്സുള്ള മോനുണ്ട്. പിന്നെ ജാഫർക്ക തുടക്കം വന്ന സമയത്ത് ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് വന്നു, അമ്മയെടുത്ത് വന്ന ആ സ്ക്രിപ്റ്റ് 10-15 സ്ക്രിപ്റ്റ് പരിഭവം പാർവതിക്ക് എഴുതി കൊടുത്തു. അതിനകത്ത് എനിക്കും വേഷമുണ്ട്, എൻ്റെ ഗുരു രാജനടിക്കുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പോയി പ്രിയനെ കാണുമ്പോൾ പ്രിയ എന്ന് നല്ല റേഞ്ചിൽ, ഇപ്പോൾ റേഞ്ചാ, ആ റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചെന്നു. പ്രിയ ഞങ്ങളാണെന്നു അയ്യോ വായിരിക്കുന്നു പറഞ്ഞു. അമ്മ വന്നു. അമ്മ വന്നിട്ട് പെട്ടെന്ന് അമ്മ ഈ സ്ക്രിപ്റ്റ് മേടിക്കുന്നു. അപ്പം ഞാൻ അമ്മ മേടിച്ചപ്പോൾ ഞങ്ങൾ എൻ്റെ അമ്മ മേടിക്കുന്നേ. അമ്മ മേടിച്ച് ബാ മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി. ഞാൻ ഇടുക്കി രാജൻ എന്ന് പറയാം എൻ്റെ ഗുരു. ഇടുക്കി രാജൻ മറ്റേ അബിക്കാല ട്രൂപ്പിലൊക്കെ മിമിക്രി ഉണ്ട്. ഇപ്പം ഡബിങ് ആർട്ടിസ്റ്റാണ് പുള്ളി. അഭിനയം ഒക്കെ ഉണ്ട്, മിമിക്രി ട്രൂപ്പിലുണ്ട്. ഞങ്ങളെ കയറ്റി കൊണ്ടുപോയിട്ട് പൂജാമുറി കൊണ്ടുപോയി ഒരു വീട്ടിൽ. അന്ന് പാലാഞ്ചോട്ടത്തല്ലേ, അവിടെ കൊണ്ടുപോയി അമ്മ എങ്ങനെ ഇരിക്കുന്നു ഞങ്ങളുടെ അടുത്ത് നിന്ന് അത് പൂജിച്ച് ആ സ്ക്രിപ്റ്റ് മേടിക്കുന്നു. 10-15 എണ്ണം എഴുതി ഞങ്ങൾ. വൈകുന്നേരം ആയപ്പത്തിന് വേണ്ടൊരു ഷൂട്ടും 5 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ് സാധനം എല്ലാം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അതിനകത്ത് വേറെ സംഭവങ്ങളുണ്ട്. ഉച്ചയ്ക്ക് ഊണില്ലേ, ഉച്ചയ്ക്ക് ബ്രേക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും ഓർക്കണ്ടടി, ഉച്ചയ്ക്ക് ബ്രേക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ഊണ് വന്നോ എന്നൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും അമ്മ വേറെ പ്രൊഡക്ഷൻ ഊണ് കൊണ്ടുവരും. അമ്മ മക്കളെ അതേ ഇതെന്നും പറഞ്ഞിട്ട് ഒരു കാലം കഞ്ഞിയായിട്ട് ചോറ് എന്തോ സാധനമായിട്ട് വരും കേട്ടോ. ഇവര് വീടിൻ്റെ അടുത്ത് അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് പായസം കിട്ടുമല്ലോ. വേറൊരു സാധനം അന്നദാനം ചെയ്ത് ആ സാധനം കൊണ്ട് ആദ്യം ഞങ്ങൾക്ക് തന്നു. ഒരു 5-5:30 ആയപ്പത്തിന് ഷൂട്ടും കഴിഞ്ഞ് അങ്ങനെ പിരിഞ്ഞു. അങ്ങനെ പ്രിയയായിട്ട് അങ്ങനെയാണ് പ്രിയയായിട്ട് കൂടുതൽ ബന്ധം വന്നത്. അതിന് മുമ്പ് പ്രിയനെ ഞാൻ സുരാജ് ഉണ്ടായിരുന്നു, ജാഫർക്ക, ടിനി, പ്രജോദ്, മിക്ക ആൾക്കാർ ഇന്നത്തെ വലിയ ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ അതിനകത്ത് വന്ന് 5 മിനിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയനെ ഞാൻ ആദ്യമായിട്ട് ഒരു ആധികാരികമായിട്ട് ഒന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പെരുമ്പാവൂര് ദാസ് ജ്വല്ലറി എന്ന് പറഞ്ഞ ജ്വല്ലറി ഉണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ദാസ് എന്നോട് പറഞ്ഞു നമുക്ക് പ്രിയങ്കനെ എങ്ങനെയും വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കൊച്ചിനൊക്കെ ഇഷ്ടംപോലെ പടമൊക്കെ ആയിട്ട് നടക്കും, അതുപോലെ നല്ല പൈസയും കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴത്തേനും നമുക്ക് നോക്കാം, നമുക്ക് പൈസയെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ദാസ് എല്ലാവരും 3-4 കാറൊക്കെ ആയിട്ട് വന്നു. അന്ന് മോളുടെ വണ്ടി ഓടിക്കുന്ന ആളുടെ പേര് ഞാൻ പറയുന്നില്ല, കലാകാരനാണ്, വലിയ കലാകാരനാണ്, ടോപ്പിൽ നിന്നാലും തന്നെ അവൻ അതല്ലേ നല്ലത്. പറയുന്നില്ല മോള് പറയാൻ, പക്ഷെ പറഞ്ഞു എന്നോർത്ത് കുഴപ്പമുണ്ടായിട്ടില്ലേ. അപ്പൊ ചിലപ്പോ അവൻ പറഞ്ഞിട്ടില്ലെങ്കിലോ ഞങ്ങൾ പറയുന്നില്ല. എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്, എല്ലാവരും ഇന്റിമേറ്റ് ഉഗ്രം പാട്ട്. ഞങ്ങൾ ചെന്നു, അഡ്വാൻസ് കൊടുത്തു, പ്രിയനെ ബുക്ക് ചെയ്തു, പ്രിയ ഒന്ന് ഉദ്ഘാടനം ചെയ്തു. ജാഫർക്കടുത്ത് മുമ്പ് ഒരു ഇന്റർവ്യൂവില് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രതിഫലം കുറച്ച് കഴിഞ്ഞാല് സിനിമ രംഗം രക്ഷപ്പെടും എന്നൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അല്ല, പ്രതിഫലം കുറച്ച് കഴിഞ്ഞാല് ജാഫർക്ക മേടിക്കുന്ന പൈസ അല്ല, ജാഫർക്ക അല്ല, അഭിനേതാക്കൾ വാങ്ങുന്ന പ്രതിഫലം കുറച്ച് കഴിഞ്ഞാല് സിനിമാ രംഗം കുറച്ചും കൂടെ രക്ഷപ്പെടും എന്ന് ജാഫർക്ക് അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ?
മുമ്പ് പണ്ടൊരു ഇന്റർവ്യൂല് ജാഫർക്ക് അടുത്ത് ചോദിച്ചപ്പോ എന്നാ പറഞ്ഞ മറുപടി പറഞ്ഞ ജാഫർക്ക് എന്താ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ ജാഫർക്ക് മറുപടി പറഞ്ഞു. ഇതാരെ ഇതൊക്കെ പറയുന്നത്? അതായത് ഈ നടന്മാര് ഭയങ്കര പ്രതിഫലം മേടിക്കുന്നത്. ഇപ്പം വലിയ വലിയ നടന്മാർ 6 കോടി 8 കോടി 2 കോടി 5 കോടി ഇതൊക്കെ ചുമ്മാ ആരൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന പരിപാടികളൊക്കെ ആയത്. ഇതൊക്കെ അങ്ങനെയൊക്കെ അപ്പൊ എത്ര രൂപ വരും ഒരു പടത്തിന്? അല്ല അങ്ങനെ ഒന്നും പറയില്ല. ഇതൊക്കെ ചുമ്മാ കുറെ അടിച്ചു കയറ്റുന്നുണ്ട് ആൾക്കാർ. ഇപ്പൊ എനിക്കറിയാൻ പാടില്ല വലിയ വലിയ നടന്മാർ മേടിക്കുന്നത്. ഞാൻ ഇത്രയും നല്ല 2002 ഞാൻ പടത്തിൽ വന്നു. ഞാൻ ഇന്നേ വരെ എനിക്കറിയാൻ പാടില്ല ഈ മമ്മൂക്കാടെ, ലാലേട്ടൻ്റെ, പൃഥ്വിൻ്റെ, സൗമിന്, നമുക്കറിയാവുന്ന ടോവിനും, ഇവർ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന കേസല്ലോ. അവരാ പ്രൊഡ്യൂസർ അയാളുടെ ഒരു ലെവൽ വെച്ചിട്ട് ഇത് സംസാരിക്കും. അവർ എന്നിട്ട് സംസാരിച്ച് കേട്ട് അവർ ആ പ്രൊഡ്യൂസറെ ഏറ്റെടുക്കണമെങ്കിൽ അവിടെ നിന്നൊരു അയവുണ്ടായിട്ടല്ലേ അല്ലേ? ഇതൊക്കെ ഒരു മോനെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വന്നിട്ടില്ലേ ഈ ക്രൂ നമ്മുടെ മഞ്ജു ആണുള്ളത് ഇതെല്ലാം മൊത്തം ചെയ്യണേ. അല്ല മൊത്തം ഇത് ചെയ്യുന്ന മഞ്ജുവാണ്. ഇപ്പൊ മഞ്ജു ആണല്ലോ തിളങ്ങിയിരിക്കണേ. എല്ലാ പടത്തിലും മഞ്ജുവാ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മഞ്ജു നിങ്ങളെ വിളിക്കുമ്പോ ഇപ്പോഴും പറയും ഇതിന്റെ ചീഫിനെ വിളിച്ചിട്ട് മനെ ഒരു കുഞ്ഞു പടമാണ്. അപ്പം നിങ്ങൾ പറയും അയ്യോ ഞങ്ങൾ വേണമെങ്കിൽ 2 ലക്ഷം രൂപ ആവും എന്ന് പറയുമ്പോഴത്തേനും മഞ്ജു ഇടപെട്ടിട്ട് ഒരു കാര്യം ചെയ്യും. അയ്യോ അത് എന്നാന്നറിയാം നമ്മൾ വലിയ താരമൊന്നും ഇല്ലാത്ത ഒരു പടമൊക്കെയാണ്, അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു കഴിയുമ്പം അത് മനസ്സുള്ളവരാണ് ഒരു കാര്യം ചെയ്യും. ചേച്ചി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നീൻ്റെ. അല്ലാതെ ഈ ചോദിക്കുന്ന പൈസ കൊടുത്തെങ്കിൽ അങ്ങനെയൊക്കെയാണ് പടം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറയുന്ന അതൊക്കെ ഇപ്പൊ നമ്മള് പറയുമ്പോ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. ഇത് പിന്നെ പറയുമ്പോ അങ്ങ് പറയുവാ. തള്ളാൻ കുറെ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ഈ പാട്ടിലും ഉണ്ട് തള്ളി കേറ്റടാന്ന് പറഞ്ഞ് പാട്ടിലുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ വിജയ്, ഒരുപാട് ഒരു ആർട്ടിസ്റ്റിന് ചിലപ്പോൾ ആ പടം ചിലർ പറഞ്ഞേക്കാം ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തിന് ഇത്രയും പൈസ കൊടുത്തേ പറ്റൂ, അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പ്രതിഫലം ഒന്നും ഇതിനകത്തൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ നമ്മൾ വലിയ സ്റ്റാർ അഭിനയിക്കുന്ന പടത്തിൽ പ്രിയങ്ക കൊച്ചു പടമാണ് കേട്ടോ, പൈസ നമ്മുടെ അടുത്ത് അങ്ങനെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പൈസ ഇല്ലാതെ നമ്മൾ പടം ആ പൈസ ഇല്ലാതെ പടം ചെയ്യാൻ, കാരണം അത് വലിയ പടമായിരിക്കും, സൂപ്പർ സ്റ്റാർ ഉള്ള പടമായിരിക്കും, ഒക്കെ ആയിരിക്കും. നമ്മൾ വിളിക്കും ഇതേ അത്ര വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല, വലിയ ആളുണ്ടെന്നേ ഉള്ളൂ, ബഡ്ജറ്റ് കുറവാ, പക്ഷെ എന്താ ചെയ്യാ നമ്മളെന്ത് ചെയ്യും? നമ്മളപ്പം പറയും ശരി ക്യാരക്ടർ എന്താണ്, നല്ല ക്യാരക്ടറാണോ, നമ്മൾ പറയും പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ തരുന്നത്. ഈ പ്രൊഡ്യൂസർ പിന്നെ പടം അങ്ങനെ പടം തീരുന്നതിന് മുമ്പ് കാശൊക്കെ തന്ന് സെറ്റിലാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. അദ്ദേഹത്തിന് കൂട്ട് നല്ലൊരു ഉഗ്രൻ രജീഷ് എന്ന് പറഞ്ഞ ഒരാളും കൂടെ എവിടെ ഉണ്ടോന്ന് അറിയില്ല, പുള്ളിയും കൂടി ഉണ്ട്. പുള്ളിയും കൂടെ രജീഷ്, രണ്ടുപേരും സിറാജും രണ്ടുപേരും ഒപ്പം നിൽക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഹാപ്പിയാണ് ആ പടത്തിന്റെ വർക്കില്. ഹാപ്പിയാ. പിന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് നിർത്താം. അത് നമ്മുടെ കുട്ടന്റെ ഷിനിഗാമിയിലേക്ക് തിരിച്ചു വന്നല്ലോ. പയറാ തെറ്റിച്ച്, അല്ല പിന്നെ മെഹറാ തെറ്റിച്ച് ആദ്യം തന്നെ തെറ്റിച്ച്. ഇതാണ്, അതായത് മനസാക്ഷിയുള്ള ഒരു വർഗമാണ് കലാകാരന്മാര്. സത്യം പറയാം, കലാകാരൻ എന്ന് പറഞ്ഞാൽ സിനിമാടന്മാര് മാത്രമല്ല കേട്ടോ. എവിടെയൊക്കെയാ നന്നായിട്ടൊരു കാർപ്പൻറ്റർ ജോലി ചെയ്യുന്ന അവൻ ഭയങ്കര കലാകാരനാണ്. അവൻ സിനിമയിൽ എത്തിപ്പെടാന്ന് പറഞ്ഞാൽ ആർട്ട് ഡയറക്ഷൻ സൈഡിലേക്ക് ആർട്ടിലേക്ക് കയറാൻ ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് സിനിമയിൽ എത്തുക എന്നുള്ളതാണ്. ഇപ്പം ഈ ഇരിക്കുന്ന മോള് ഞങ്ങളോട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മോളുടെ മനസ്സിലും അത് ഇതൊരു ചുമ്മാ ഒരു തുരുമ്പിട്ട് വെച്ചേക്കുന്ന ഒരു അടിത്തറയിട്ട് വെച്ചേക്കുക. മോളുടെ മനസ്സിലും ഉണ്ട് സിനിമ, സത്യമായിട്ടുണ്ട്. അല്ല എന്നാ ഒരു കാര്യം ഉമ്മാനെ പിടിച്ചാണേട്ടെ സത്യം ചെയ്യാം, സിനിമ ഒന്നും ചെയ്യില്ലേ? അച്ഛനെ വിളിച്ചിട്ട് മോളുടെ മനസ്സില് സിനിമയില് വരാൻ താല്പര്യം ആഗ്രഹമുണ്ടോ? ഇല്ല, സത്യം ഇത് ക്യാമറ ഒറ്റ കാര്യം, ദുൽഖറിന്റെ പടം നിങ്ങളെ കണ്ടു, ഇന്റർവ്യൂ നിങ്ങളെ മോങ്ങട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങളെ നായികയായിട്ട് വെച്ച് നിങ്ങൾ പോയില്ലേ? പറഞ്ഞു വന്നേന്നാ, ഒരു കലാകാരന്റെ മനസ്സിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ലോകമെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ എത്തിപ്പെടാൻ പാടാണ്, എത്തിപ്പെട്ടാൽ നിന്ന് പിഴയ്ക്കാൻ പാടാണ്. അതാരും പാരപടന്നിട്ടൊന്നുമല്ല. അവന് കഴിവുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. പിന്നെ ചെന്ന് കയറുമ്പോൾ തൊട്ട് 1-2 പടം കഴിയുമ്പോഴത്തേക്കും അവൻ കക്ഷത്തിൽ 2 ഇഷ്ടിക എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ പയറ് പോലെ മോളെ പോലെ അല്ല മോളെ പിന്നെ പയറ് പോലെ എന്നായിപ്പോയി. ആ പയർ ഉരുണ്ട് പോകുമ്പോൾ ആ ഫീൽഡിൽ നിന്ന് പോകും. മസലൊന്നും സിനിമയിൽ ഒരു കാര്യമില്ല. കഴിവുണ്ടോ മര്യാദയുണ്ടോ പോവും. അങ്ങനെ പോകുന്ന പടത്തിൽ മര്യാദയായിട്ട് ലോകത്തിലെ എല്ലാ കലാകാരന്മാരും കല അറിയാവുന്ന എല്ലാവർക്കും മര്യാദയുണ്ടാവും,
ഒരു മനസ്സും ഉണ്ടാവും. അതാണ് അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അല്ലാതെ എല്ലാവരും പിടിച്ചു പറിച്ചു പൈസ മേടിച്ചോണ്ട് പോവല്ല. അതെ. ഇപ്പൊ കലാകാരന്മാർ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ കൂടെയാണ് ഇപ്പൊ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി പ്രശ്നം നമ്മളിപ്പോ തുടങ്ങിയപ്പോ തൊട്ട് പറഞ്ഞല്ലോ. അതേത് പ്രശ്നം? ഇപ്പം മലയാളത്തിൽ നടന്നോണ്ടിരിക്കണേ മനസ്സിലായി. അതെ പറഞ്ഞു, അതിന് ടി വി പറയാലോ. അല്ല, ഹേമ കമ്മിറ്റി. അപ്പൊ ഇപ്പം പ്രോഗ്രസീവ് അസോസിയേഷൻ വന്നോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ആവശ്യകത എന്താണ്? ഒരാവശ്യമില്ലേ? അത് ഇത്രേ ഉള്ളൂ. കാര്യം ഇത്രേ ഉള്ളൂ. ഇത് കോടതി ഉണ്ട്, ഇതിന് കോടതിയുണ്ട്, നിയമമുണ്ട്, പോലീസ് അന്വേഷിക്കും, ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ മോളെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയുവാണ്. ഇത് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇതേ പ്രിയങ്കയും പറഞ്ഞു, അങ്ങേരും പറഞ്ഞു, ഇതേ നിൽക്കുന്നവരും പറഞ്ഞു. ഈ പറഞ്ഞ മോള് പ്രതിയാവോ? അല്ല, മോള് പ്രതി, ആ പറഞ്ഞ ആളാവോ? അതിനെന്താ ഇവിടെ നിയമവ്യവസ്ഥ എന്ന് പറയുന്ന സ്ഥലം, നിയമവ്യവസ്ഥ. അതിനടിസ്ഥാനമായിട്ട് ലീഗലായിട്ട് നീങ്ങിക്കഴിഞ്ഞിട്ട് അയാളെ അത് ചോദ്യം ചെയ്തെല്ലാം വന്നു കഴിയുമ്പം അയാൾ നിരപരാധിയാണെങ്കിൽ എഴുതി വെച്ചേക്കുന്ന പത്രത്തിലൊരു കാര്യം വരും, വലിയ ന്യൂസ് വന്നു കഴിഞ്ഞിട്ട് അത് തെളിഞ്ഞു കഴിയുമ്പോൾ നിരപരാധിയാണെങ്കിൽ ഈ ശവക്കോട്ടയില്ലേ, എല്ലാവരും മരിച്ചവരുടെ പടമൊക്കെ ഇങ്ങനെയുള്ള ആ ഒരു പേജ് എല്ലാവരും മരിച്ചവരുടെ ഉണ്ട്. അപ്പം നമ്മൾ കോമഡി ഇട്ട് പറയണം, ഈ മിമിക്രിയിലൊക്കെ പറയും ശവക്കോട്ടയാണ് ആദ്യം എടുത്ത് വെച്ചത്. അതിൻ്റെ ഒരു കോണിൽ ഇന്നലെ എഴുതിയ അത് ക്ഷമിക്കണം എന്ന് അതാരും കാണാത്ത കോണിൽ കൊണ്ട് എഴുതിയിരിക്കും. ടി വി മാധ്യമങ്ങൾ ഇങ്ങനെ പറയും. ഈ പറഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിൽ കുടുംബം, കുഞ്ഞുങ്ങൾ, സ്വന്തക്കാർ, ബന്ധക്കാർ, നാട്ടുകാർ, ആരാണെങ്കിലും അയാളുടെ ഒരു അടിസ്ഥാനമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമൊക്കെ ഉണ്ട്. അത് തിരിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അപ്പം സത്യം പറഞ്ഞിട്ടല്ലേ എല്ലാം ചെയ്യാവുള്ളൂ. അല്ല ചുമ്മാ അങ്ങോട്ട് മെക്കെട്ട് കയറണം. അങ്ങോട്ട് മെക്കെട്ട് കയറി കഴിഞ്ഞാൽ ഇനി നിയമം വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഇനി മാനനഷ്ടത്തിനൊക്കെ കേസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും തൊങ്ങും. അല്ല, സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. കാരണം എന്താ അറിയോ, ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ പറഞ്ഞു ഇതാക്കുക, അവരുടെ കുടുംബത്തിൽ ഇതാക്കല്ലേ. സത്യമായിട്ടുള്ള കാര്യം തുറന്നു പറയാം, തെറ്റില്ല. നാളെ എനിക്കുള്ള വഴിയാണ് ഇട്ട് കൊടുക്കുന്നത്. പറയാം, ആർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ അത് സത്യമാണെങ്കിൽ പറയാം. അതിന് സത്യത്തിന് നീതിപീഠം ഉണ്ടാവും. ഞാൻ ഈ ആണുങ്ങളെ മാത്രം കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. കാരണം ഒരാളുടെ അകത്ത് റൂമിൽ കയറി ചായ കുടിച്ചിട്ട് എന്നെ പീഡിപ്പിച്ചു പറയുമ്പോൾ ആ ആണ് എന്ത് ചെയ്യും? അവരുടെ ഭാഗത്ത് നമ്മൾ നിൽക്കണ്ടേ? അവർക്കില്ലേ ഭാര്യയുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അത് സ്ത്രീയല്ലേ, ഒരു മോളുണ്ട്, അതൊരു സ്ത്രീയല്ലേ. അപ്പൊ ആ ഒരാണെന്ന് പറഞ്ഞ ആൾക്ക് എന്താ ഒരു ബുദ്ധിമുട്ട് സങ്കടം ഇല്ലേ? അപ്പൊ അതൊന്നും അല്ല ഞാൻ പറഞ്ഞ, സത്യമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടോ നമുക്ക് തുറന്നു പറയാം, അതിന് യാതൊരു പ്രശ്നവും ഇല്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ പുതിയ വരുന്ന ആൾക്കാർക്കുള്ള ഞങ്ങളെ കൊണ്ടുള്ള ഒരു വഴി ഇട്ട് തരണത്, അതിന് തെറ്റില്ല. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് നമ്മളെ മൊത്തം അല്ല, വെറുതെ ഒന്നും പറയരുത്. അവരുടെയും കോടതി ഉണ്ടല്ലോ, ഈ പറയുന്നവർക്കും കോടതി ഉണ്ടല്ലോ, ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്കും കോടതി ഉണ്ടല്ലോ. അത് അവര് തീരുമാനിക്കട്ടെ. നമ്മളതിനെ വലിയ വലിയ കാര്യത്തിലൊക്കെ അതെല്ലാം ജഡ്ജിമാരും ഒക്കെ നിൽക്കുന്നത്. നമുക്കിപ്പോ തൽക്കാലം കുട്ടന്റെ ശനിഗാമി 20-ാം തീയതി റിലീസ് ആവുമ്പോഴാണ് സെപ്റ്റംബർ 20-ാം തീയതി ഇറങ്ങുന്ന കുട്ടന്റെ എന്താ പേര്, ശനിഗാമി. ശനിഗാമി എന്താ അടിപൊളിയാവട്ടെ. അപ്പൊ കുട്ടന്റെ ശനിഗാമി ഞങ്ങള് ജനങ്ങളോട് പറയാണ്, എല്ലാവർക്കും ദാരിദ്ര്യവും ദുരിതവും ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പം മൊത്തത്തിൽ ഇപ്പം തന്നെ മഴ എന്ന് പറയാൻ കർക്കിടക മാസത്തിൽ തീരുന്ന മഴയാണ്. ഇപ്പോഴും മഴ വിട്ട് മഴ തീർന്നിട്ടില്ല. കാലാവസ്ഥ ഒക്കെ മാറി, പട്ടിണിയും പരിവട്ടവും മാറിയിട്ടില്ല. അപ്പോൾ അതിനകത്ത് ചില്ലറ എല്ലാം വീട്ടിലെല്ലാം മേടിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് വെച്ച് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പടം ഒന്ന് കണ്ടിട്ട് ഞങ്ങളെ ഇന്ന് രക്ഷപ്പെടുത്തണം. അതെ, ഞങ്ങളുടെ അരിയും കൂടെ ഉറപ്പാക്കി തരണം. അതെ, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.